എ വി ജയശങ്കർ കൂടിയുണ്ട്. ജയശങ്കറിന്റെ ഒപ്പം ഈ അപകടത്തിന് ദൃക്സാക്ഷിയായ ഒരാൾ കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജയശങ്കർ, എന്താണ് ഈ അപകടം കണ്ട ആൾക്കാർ പറയുന്നത്? റജിൻ, ഈ അപകടം നടന്ന സമയത്ത് ഈ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ചേട്ടൻ വണ്ടി ക്ലോസ് ചെയ്ത് പോവുകയായിരുന്നു. റോഡ് ക്ലോസ് ചെയ്ത് പോവുകയായിരുന്നു. പോയപ്പോഴത്തേക്ക് സിറ്റി ബസ്സും പ്രൈവറ്റ് ബസ്സും കൂടെ വന്ന് ഇടിച്ചതാണ്. ഇടിച്ചപ്പോൾ സ്പോട്ടിൽ നമ്മളെല്ലാം കൂടെ കയറി ഇറങ്ങി. പക്ഷേ സിറ്റി ബസ്സിൽ ഇരുന്ന അവരിറങ്ങിയിട്ടില്ല. അവരാരും ഇറങ്ങിയിട്ടില്ല. സിറ്റി ബസ്സിൽ ഇരുന്നവർ ഇറങ്ങിയില്ല. പക്ഷേ പ്രൈവറ്റുകാർ ഇറങ്ങി. ആ പ്രൈവറ്റുകാരെ അപ്പുറത്തെ ചായക്കടക്കാരെ എല്ലാവരും കൂടെ സഹായിച്ചാണ് പുള്ളിക്കാരനെ. ഇയാൾ സീബ്ര ലൈനിലൂടെ തന്നെയാണോ ക്രോസ് ചെയ്തു? അങ്ങോട്ട് ക്ലോസ് ചെയ്ത് പോയതാണ്. ഈ ജംഗ്ഷനിൽ എപ്പോഴും ഇതല്ലേ പ്രശ്നം? എപ്പോഴും ഇത് ഉള്ള ഒരു സംഭവമാണ്. നിയമം പാലിക്കുന്നില്ല ഇവർ ഒന്നും. നിയമം പാലിച്ചിരുന്നെങ്കിൽ ഇത്രയും സംഭവിക്കത്തില്ല. ഇവിടെ തന്നെയാണ് കൂടുതൽ അപകടം ഉണ്ടാവുന്നത് തന്നെ. നമ്മൾ അനേകം കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. പോലീസുകാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? പോലീസുകാർ അവരെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ പോവുകയാണ് ചെയ്യണത്. നോക്കുന്നില്ല. അവരൊന്നും നോക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും വരത്തില്ലായിരുന്നു. വേറെ വല്ലത്തിനാണെങ്കിൽ അവർ കാണുമായിരുന്നു. നാളെ ഒരു ബസ് ഇടിച്ച് ഒരാൾ മരിക്കുന്നുണ്ട്. നാളെ ഒരു ബസ് ഇടിച്ച് ഒരു അമ്മച്ചി മരിച്ച്. അതങ്ങനെയൊക്കെയാണ്. നമ്മൾ ക്ലോസ് ചെയ്ത് അപ്പുറത്ത് പോകുന്ന സമയത്താണ് അമ്മച്ചി മരിച്ചത്. അതായത് പ്രജിൻ, നാട്ടുകാർ പറയുന്നത് ഇവിടെയുള്ള പോലീസുകാർ ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നു. കൃത്യമായി നിയമം പാലിച്ചുകൊണ്ട് സീബ്ര ലൈനിലൂടെ കടന്നുപോയ ഒരാൾക്ക് നേരെയാണ് ഇത്തരത്തിൽ രണ്ട് ബസ്സുകൾ തമ്മിൽ തട്ടിയൊരു മരണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ജംഗ്ഷനെ കുറിച്ച് നാട്ടുകാർക്ക് ഉൾപ്പെടെ വലിയൊരു പരാതിയാണുള്ളത്. കാരണം ഇവിടെ സ്ഥിരമാണ് അപകടങ്ങൾ. നമ്മുടെ ഓഫീസിന് 200 മീറ്റർ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. നമ്മളെന്നും ഓഫീസിലേക്ക് വന്നു പോകുന്നത് ഈ സ്ഥലം വഴി തന്നെയാണ്. അവിടെ എല്ലാ ദിവസവും ഇവിടെ യാത്ര ക്ലേശമുണ്ടാകാറുണ്ട്. ഈ സിഗ്നൽ പോലും പല ആളുകളും അപകടകരമായി മുറിച്ചു കിടക്കുന്നു. അവിടെ ട്രാഫിക് പോലീസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ അവർ എല്ലാത്തിനും നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. എന്തായാലും ഈ അപകടത്തിന് ശേഷം ഈ ജംഗ്ഷനിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്, അധികൃതർ എത്തിയിട്ടുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ നാളെ ഇവിടെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് പോലീസ് എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കും, ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തും. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഈ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും അവയെല്ലാം ഇടിച്ചു നിർത്തും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ട്രാഫിക് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് പോകുന്നതെല്ലാം ഒഴിവാക്കാൻ പോലീസ് ചില സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ അവസ്ഥയിലാണ്. നാളെ വീണ്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാവും. പക്ഷേ ഇവിടെ നിയമലംഘനങ്ങൾ ആവർത്തിക്കും. ഇതാദ്യമായല്ല ഇവിടെ ഒരാൾ മരിക്കുന്നത്. 6 മാസം മുമ്പ് ഒരു യുവാവ് ഇവിടെ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം അവരുടെ മാതാപിതാക്കൾ മണിക്കൂറുകളോളമാണ് ആ യുവാവിനെ തേടി ഈ നഗരത്തിൽ, ഈ സ്ഥലത്ത് നടന്നത്. അത്തരത്തിൽ നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലം. ജയശങ്കർ, അവിടെ ഈ ഗതാഗതം ക്രമീകരിക്കാൻ അല്ലെങ്കിൽ വേഗം ക്രമീകരിക്കാനൊക്കെ ട്രാഫിക് പോലീസ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അത് ബസ്സുകൾ തന്നെ തട്ടിത്തെറിപ്പിക്കുന്നു പറയുന്നു. അപ്പോൾ നടപടി എടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടതല്ല. അത് ഉണ്ടാവുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ ആ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ് മാറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് അറിയില്ല, തനിക്കറിയില്ല എന്നാണ്. ഒരു നിസ്സഹനാവാം ഒരു പക്ഷേ, അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇതിൽ ആരാണ് ഉത്തരം പറയുക? എന്തിനാണ് പാർക്ക് ചെയ്യാനും അനുമതി ഇല്ലാത്തൊരിടത്ത് ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങനെ നിരനിരയായി പാർക്ക് ചെയ്യുന്നത്? നിരനിരയായി മാത്രമല്ല, റോഡിലേക്ക് കയറിയാണ് അത് പാർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോലും വ്യക്തമാകുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. എത്ര ബസ്സുകൾ അവിടെ ഒന്നിനു പിറകെ ഒന്നായി റോഡിലേക്ക് കയറി ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ഈ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ പൊക്കൂടെ അല്ലെങ്കിൽ പോകണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ അവിടെ ആരും തയ്യാറാകുന്നില്ല. ജയശങ്കർ, പ്രജിൻ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സ്വകാര്യ ബസ്സുകാരുടെ, KSRTC ബസ്സുകാരുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സ്ഥലത്ത് നടക്കുന്നത്. നമ്മളൊരു ദിവസത്തിൽ 10-ലധികം തവണ ഈ ജംഗ്ഷൻ വഴി, ഈ സ്ഥലം വഴി കടന്നു പോകുന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ സ്വകാര്യ ബസ്സുകൾ എല്ലാ നിയമങ്ങളും ലംഘിച്ച് അതിൻ്റെ പരിധികൾ കടന്ന് ഇവിടെ നിരന്തര വണ്ടികൾ പാർക്ക് ചെയ്യുന്നു, തോന്നിയതുപോലെ ഓവർടേക്ക് ചെയ്തു പോകുന്നു. അതിനിടയിൽ ഏതെങ്കിലും വാഹനമോ വ്യക്തികളോ പെട്ടുകഴിഞ്ഞാൽ ആക്സിഡൻറ്റ് നടക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. പോലീസുകാർ കൃത്യമായി സ്ഥലത്തുണ്ടാകും, അതിന് നമ്മൾ പറയുന്നില്ല. പക്ഷേ പോലീസ് ഉണ്ടാവും, പക്ഷേ അവർ പ്രവർത്തിക്കില്ല. അവർ നിഷ്കൃത്യം പാലിച്ചുകൊണ്ട് ഈ മൂലയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഒരു അപകടം വരുമ്പോൾ ഉണരുക എന്നതിനപ്പുറത്തേക്ക് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ ഈ സ്ഥലത്ത് വലിയ നിരീക്ഷണം വേണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അട്ടക്കുളങ്ങര എന്ന് പറയുന്നത് ഈ പ്രദേശം നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ജനത്തിരക്കുള്ള സ്ഥലമാണ്. കിഴക്കേക്കോട്ടയിൽ നിരവധി വാഹനങ്ങളാണ് ഓരോ മണിക്കൂറുകളിലും കടന്നു പോകുന്നത്. ഇവിടെ എല്ലാ ബസ്സുകൾക്കും നിർത്താനുള്ള ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെയുണ്ട്. KSRTCയുടെ ബസ് സ്റ്റാൻഡ് പാർക്കിംഗ് കേന്ദ്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പാർക്കിംഗ് കേന്ദ്രത്തിനിപ്പുറത്ത് നമുക്ക് കാണാം ഇവിടെ KSRTC പാർക്ക് ചെയ്യുന്നതിന് ചില ബോർഡുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിനിപ്പുറത്ത് സ്വകാര്യ ബസ്സുകൾ നിരനിരയായി കൊണ്ടുവന്നിടുന്ന സാഹചര്യമാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അതൊരു സ്ഥിരം കാഴ്ചയാണ്. ഈ നഗരത്തിലെ കിഴക്കേക്കോട്ട വഴി കടന്നു പോകുന്ന എല്ലാവരും എല്ലാ ദിവസവും കാണുന്നതാണ് ഈ ഒരു കാഴ്ച. നിരന്തരം നിയമലംഘനങ്ങൾ ഉണ്ടാകും.
ഉണ്ടാകുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ഇവ ആവർത്തിക്കുന്നു. ഏറ്റവും ഒടുവിൽ സീബ്ര ലൈൻ കടന്നുപോയ സീബ്ര ലൈൻ മുറിച്ചുപോയ ഒരു സാധാരണ യാത്രക്കാരനെയാണ് രണ്ട് ബസ്സുകൾ ചേർന്ന് രണ്ട് ബസ്സുകൾക്കിടയിൽ പെട്ടുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മനഃപൂർവ്വമുള്ള ഒരു നരഹത്യ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇതിന് ഉത്തരവാദികൾ ആരെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ അധികൃതർ തന്നെയാണ്. കാരണം നിരന്തരം പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പിനോടും എല്ലാം മന്ത്രി ഉൾപ്പെടെ ഇവിടെ ക്രമീകരണം ഒരുക്കണമെന്ന് പറയുമ്പോഴും അത്തരം ഒരു ക്രമീകരണം ഉണ്ടായില്ല. ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ ഘട്ടത്തിൽ മാത്രമേ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും, ഓവർടേക്കിംഗ് ഒഴിവാക്കും, ഒപ്പം തന്നെ അങ്ങോട്ട് വണ്ടി തിരിഞ്ഞു പോകുന്നത് ഒഴിവാക്കും. അതിനപ്പുറത്തേക്ക് 2 ദിവസം കഴിഞ്ഞാൽ കാര്യങ്ങൾ തോന്നിയതുപോലെയാണ്. ഇവിടെ കൃത്യമായി സിഗ്നൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഈ വണ്ടികൾക്ക് മുമ്പിൽ ആളുകൾ വന്ന് പാസ് ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പോലീസ് അതിനൊന്നും നിയന്ത്രിക്കാറില്ല. ഈ ആകെ മൊത്തത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആകെ മൊത്തത്തിൽ തോന്നിവാസം, സ്വകാര്യ KSRTC ബസ്സുകളുടെ തോന്നിവാസമാണ് ഈ അട്ടക്കുളങ്ങരയിൽ ഈ ജംഗ്ഷനിൽ നമ്മൾ കിഴക്കേക്കോട്ടയിൽ എപ്പോഴും കാണാറുള്ളത്. കാരണം നമ്മളൊരു ദിവസത്തിൽ പലതവണ പോകുന്നതാണ്. ഈ സ്വകാര്യ ബസ്സുകാരോടൊക്കെ നമ്മൾ നിയമം പറഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് പച്ചത്തെറിയാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. നമ്മുടെ സതീഷ് ഉൾപ്പെടെ പല ഡ്രൈവർമാരും അത്തരത്തിലുള്ള പല തെറികളും പല ദിവസവും കേട്ടിട്ടുണ്ട്. നമ്മൾ അതിനെല്ലാം സാക്ഷികളാണ്. നമുക്കൊരു സംസ്കാരമുള്ളതുകൊണ്ട് നമ്മൾ നിയമം മാത്രമേ പറയാറുള്ളൂ. എന്നിട്ടും ഇവിടെ നിരന്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നു. ഇതിന്റെ ഉത്തരവാദികൾ ബസ്സുകളുടെ മരണപ്പാച്ചിൽ, മത്സരയോട്ടം, ഇത് ഇപ്പോൾ ഒരു ജീവൻ കൂടി എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ കണ്ടത്. നമ്മൾ അല്പസമയം മുൻപാണ്, ഏതാണ്ട് 1 മണിക്കൂർ ആകുന്നേയുള്ളൂ ഈ അപകടം നടന്നിട്ട്. KSRTC ബസ്സിനും ഒരു സ്വകാര്യ ബസ്സിനും ഇടയിൽപ്പെട്ടാണ് ഉല്ലാസ് എന്ന് പറയുന്ന കേരള ബാങ്കിലെ ജീവനക്കാരന് ദാരുണാന്ത്യം സംഭവിച്ചത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു ഉല്ലാസ്. അതിനിടയിലാണ് 2 ബസ്സുകൾക്കും ഇടയിൽപ്പെട്ട് ദാരുണാന്ത്യം ഉണ്ടായത്.